ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2022 നമ്മളുടെ ആറാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് 00 ആൻഡ് 40. 00, 40 എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാം. 00, 40 എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാം. ഇവിടെ നോക്കി, y കോർഡിനേറ്റ് രണ്ടും സെയിം ആണ്. y കോർഡിനേറ്റ് സെയിം ആയാൽ x കോർഡിനേറ്റ് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. y സൂചക സംഖ്യ തുല്യമായാൽ x സൂചക സംഖ്യകൾ തമ്മിലുള്ള അകലം കണ്ടാൽ മതി. സോ 4 - 0 4 എന്ന് കിട്ടും. അപ്പോൾ 00യും 40യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 ആണ്. 4 0 പോയാൽ 4. അടുത്തൊരു ചോദ്യം, the rectangle has sides parallel to the axis. The coordinate of one pair of opposite vertices are 2 1 and 7 5. ചതുരത്തിന്റെ വശങ്ങൾ സൂചക അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ഒരു ജോഡി എതിർമൂലകളുടെ സൂചക സംഖ്യകൾ 2 1 7 5 എന്നിവയാണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ അതർ 2 ഓപ്പോസിറ്റ് vertices. മറ്റ് രണ്ട് എതിർമൂലകളുടെയും സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. ചതുരത്തിന്റെ നീളവും വീതിയും കാണുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ AC. ചതുരത്തിന്റെ വികരണം AC-യുടെ നീളം കാണുക. അപ്പൊ ഫസ്റ്റ് ചോദ്യം, ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് അതർ 2 vertices എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി, ഞാനിവിടെ എഴുതാൻ പോവാണ് B കേട്ടോ. നേരെ താഴോട്ട് വരുമ്പോൾ x 7. ഓക്കെ, ഇനി y വില എങ്ങനെയാണ് നോക്കുക. ഇവിടുത്തെ y എത്രയാ? 1. ഇനി ഇവിടെ നേരെ താഴോട്ട് x എത്രയാ? 2. നേരെ വില എങ്ങനെ? y 5. അപ്പോൾ B 7 1, D 2 5. ഇനി ഫൈൻഡ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. AB ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ y കോർഡിനേറ്റ് സെയിം ആണ്. ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. y കോർഡിനേറ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ x കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ 7 - 2 5 എന്ന് കിട്ടും. ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ബ്രെഡ്ത്ത് നോക്കുമ്പോൾ x കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ y കോർഡിനേറ്റ് തമ്മിലുള്ള വ്യത്യാസം 5 - 1 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ AB 5 എന്നും BC 4 എന്നും കിട്ടും. ഇനി അടുത്തത്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ AC. AC കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. AC നോക്കുമ്പോൾ x കോർഡിനേറ്റും ഡിഫറെൻ്റ് ആണ്, y കോർഡിനേറ്റും ഡിഫറെൻ്റ് ആണ്. 7 2 5 1. അപ്പോൾ നമ്മൾ നമ്മളെ ജനറൽ ഇക്വേഷൻ യൂസ് ചെയ്യും. ഏതാ? റൂട്ട് ഓഫ് x1 - x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ദ ഹോൾ സ്ക്വയർ. എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ സ്ക്വയർ പ്ലസ് വൈകൾ തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ സ്ക്വയർ, അത് രണ്ടും കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട്. അപ്പോൾ 7 - 2 സ്ക്വയർ പ്ലസ് 5 - 1 സ്ക്വയർ. 7 2 പോയാൽ എത്രയാ? 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ. 5 1 പോയാൽ 4, 4 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാ? 25 ആണ്. 4 സ്ക്വയർ എത്രയാ? 16 ആണ്. 25ക്ക് 16 കൂട്ടുക, അപ്പോൾ നമുക്ക് 41 എന്ന് കിട്ടും. 6 5 11, 2 1 3 1 4. 41 റൂട്ടില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ ടച്ചാൽ മതി. AC = റൂട്ട് 41 എന്ന് വരും. ഓക്കെ, ഈ ചോദ്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത്. ആ 2 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എക്സാമാണ് വരുന്നത്. ആരും എന്താ പറയുക, ഒരു എക്സാം ചൂടൊന്നും ഇല്ലാതെ പോകരുത്. നന്നായിട്ട് പഠിക്കുക, ഒന്നും ഒഴിവാക്കി കളയത്. എല്ലാ ക്വസ്റ്റ്യൻസുകളും അറ്റൻഡ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് മാർക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ തിരുത്താൻ. നമ്മൾ 10 വർഷം പഠിച്ച നമ്മളുടെ ആ 10 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഒരു എന്താ പറയുക, ഒരു സീരിയസ്നെസ് ഇല്ലാതെ പോരുത്. നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് പോയി എക്സാം എഴുതണം. നമ്മളുടെ പരീക്ഷയുടെ സമയത്ത് പോണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവാം. ആ സമയത്ത് നമ്മളെ കളിയാക്കിയവരും നമ്മളെ പരിഹസിച്ചവരും നമ്മളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞവരുടെയൊക്കെ മുമ്പിൽ ജയിച്ച് കാണിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്, അല്ലേ? നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി, അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ സാധിച്ച് കാണിച്ചു കൊടുക്കലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല മാർക്ക് മേടിച്ച് നല്ല കുട്ടികളായിട്ട് പാസ്സായി പോവുക. ഓക്കെ, നമ്മൾ എന്താ പറയുക, ഒന്നും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യരുത്. തിങ്ക് പോസിറ്റീവ് ആൻഡ് ബി പോസിറ്റീവ്. ഓക്കെ, നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ എന്തായാലും വിജയം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക. വിഷ് യു ഓൾ ദ വെരി 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 ബെസ്റ്റ് ആൻഡ് ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ചെയ്യുക.
പൊരുതി തോറ്റ അങ്ങ് പോട്ടേന്ന് വെക്കണം എന്ന് പറഞ്ഞല്ലേ. പക്ഷെ നമ്മൾ എല്ലാം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ട് പരിശ്രമിക്കാം. എന്ത് ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ നമ്മൾ അതിനൊക്കെ തരണം ചെയ്ത് നന്നായിട്ട് പരിശ്രമിച്ചുകൊണ്ട് നന്നായിട്ട് എഴുതുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.